മലപ്പുറം തലപ്പാറയിലും ദേശീയപാതയിൽ വിള്ളൽ. റോഡിന്റെ ഒരു വശം തകർന്ന് വീണ കൂരിയാടിനടുത്തുള്ള പ്രദേശമാണിത്. സംഭവത്തിൽ നിർമ്മാണം നടത്തുന്ന കമ്പനിയുമായി ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗം തുടങ്ങിയിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണം അശാസ്ത്രീയമാണെന്നും വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു. ശാന്തകുമാർ, ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ, ആക്ഷേപങ്ങളെ ശരിവയ്ക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇപ്പോൾ തലപ്പാറയിലും ദേശീയപാതയിൽ വിള്ളൽ എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. എന്തൊക്കെയാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ചയാവുക? എന്തൊക്കെയാണ് ഈ ഒരു അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഉള്ള തുടർ നടപടികൾ? ലക്ഷ്മി, കൂരിയാട് കഴിഞ്ഞ ദിവസം തകർന്ന ദേശീയപാതയുടെ ഒരു വശം പരിപൂർണമായും തകർന്നു വീഴുന്ന സാഹചര്യമുണ്ടായി. അത് നിർമ്മാണത്തിലെ അശാസ്ത്രീയത ആണ് എന്ന് തന്നെയാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. പ്രത്യക്ഷത്തിൽ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്നതും അങ്ങനെ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് അടിയന്തരമായി ജില്ലാ കളക്ടർ യോഗം വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ മലപ്പുറം ജില്ലാ കളക്ടറേറ്റിൽ യോഗം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജനപ്രതിനിധികളുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടിയെ വേങ്ങര MLA ആണ്. അദ്ദേഹം ഉൾപ്പെടെ ജനപ്രതിനിധികളുണ്ട്. ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുണ്ട്. അവരും ചേർന്നുള്ള യോഗം അല്പസമയം മുമ്പാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇന്നലെ അപകടം നടന്ന കൂരിയാടിന് 4 കിലോമീറ്റർ അപ്പുറത്ത് തലപ്പാറയിലും ദേശീയപാതയിൽ വിള്ളൽ കാണുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ആ വിള്ളലും ഇപ്പോൾ വിശദമായി പരിശോധിച്ചു വരികയാണ്. അവിടെ വാഹനങ്ങൾ കടന്നു പോകുന്ന ഇടം കൂടിയാണ്. അത് പോലീസ് നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുമുണ്ട്. എന്തായാലും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വലിയ ആക്ഷേപങ്ങളും പരാതികളും ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടവും കൂടിയായതോടെ ഈ റോഡിന്റെ വിള്ളലുണ്ടാകുമ്പോൾ അത് കൂടുതൽ അപകടങ്ങളിലേക്ക് പോകുമെന്നുള്ള ആശങ്കയുണ്ട്. ഇപ്പോൾ കൂരിയാട് നിലനിൽക്കുന്ന അത്തരത്തിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നു. അത് വലിയ തോതിൽ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു. അതാണ് അടിയന്തരമായി ഇന്നൊരു യോഗം വിളിക്കാൻ കാരണമായിട്ടുള്ളത്. തുടർ നടപടികൾ എന്തായിരിക്കും എന്നുള്ളത് എല്ലാം ഈ യോഗത്തിന് ശേഷം വിശദമായി അറിയിക്കുമെന്ന് തന്നെയാണ് ജില്ലാ കളക്ടറും അറിയിച്ചിരിക്കുന്നത്. ലക്ഷ്മി, ശാന്തകുമാർ വെള്ളാലത്താണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.